അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ള്. ഞാൻ 3 plates. സ്റ്റൊമക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്തു. ഇനി പൂർവാധിക ശക്തിയോടെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. സോ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാരോണുള്ള ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്യും. ആക്സസറീസ് ഉണ്ടെങ്കിൽ ആക്സസറീസും സെലക്ട് ചെയ്യാം. അതുപോലെ ഷാരോൺ എനിക്കും സെലക്ട് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ട കാരണം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല. എന്താണോ എടുക്കുന്നത് അത് ആള് ഇട്ടോളണം. അതാണ് സംഭവം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം സത്യം പറഞ്ഞു. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഇട്ടോളണം, ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഞാനും ഇട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പക്ഷേ ഇത് വൺ ഓഫ് ദ ഫേമസ് മാളാണ് ഇവിടെ മാഞ്ചസ്റ്ററിലെ. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം ഫുൾ ബ്രാൻഡഡ് ആണ്. വർഷത്തിൽ അപ്പോൾ എന്നാ ചെയ്യണ്ടേ? ഏത് സൈഡിൽ പോകണം? ആ സൈഡിൽ പോകണം, ഈ സൈഡിൽ? ആദ്യം നീ എടുത്തു, അതാകുമ്പോൾ പിന്നെ എനിക്കൊരു പ്രാക്ടീസ് ആവില്ല എങ്ങനെ എടുക്കണം എന്നുള്ളത്. എനിക്ക് പെണ്ണുങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു ഏറ്റവും ബുദ്ധിമുട്ട്. ആദ്യം നീ തന്നെ എടുത്തോ എനിക്കുള്ളത്. തീ കയറുന്നുണ്ടോ? ഇല്ല, ചെറുതിന്ന് വലുതാക്കാൻ ചെറുതാക്കാൻ എന്തായാലും പറ്റില്ല. എല്ലാം കിട്ടണത് ആ പ്രൈമാർക്കിൽ പോയി എല്ലാം കിട്ടും. പ്രൈമാർക്ക് നമ്മുടെ കോമൺ ഷോപ്പാണ്. അതുകൊണ്ട് H&M കയറണല്ലേ. ഇവിടെ ലേഡീസിന്റെ സെക്ഷൻ കേട്ടോ, ബോയ്സിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയാണ്. ഞാൻ ലേഡീസിന്റെ സെക്ഷൻ തിരിഞ്ഞു പോലും നോക്കില്ല. H&M പാത്രങ്ങൾ വിൽപ്പനയുണ്ട്. ഹോമിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് H&M. എനിക്കറിയില്ല കേട്ടോ. നന്നായി. ഇതുണ്ടോ അവിടെ എങ്ങനെ പോയി കണ്ടുപിടിച്ചാലും ലേഡീസിന്റെ സെക്ഷനിലേക്ക് എത്തുള്ളൂ കേട്ടോ. എങ്ങനെ പോയാലും ലേഡീസിന്റെ സെക്ഷൻ. സത്യം പറഞ്ഞല്ലേ, ജെൻസിന്റെ സെക്ഷൻ എവിടെയാണെന്ന് അറിയില്ല. അത് അന്വേഷിച്ചിറങ്ങണം. അത് സംബന്ധിച്ച് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കറങ്ങുമ്പോൾ മോലെല്ലാം നോക്കാം നോക്കി ഓൾറെഡി എടുത്ത് വെക്കാം. എൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല. ഇല്ല ഒരിക്കലും ഇല്ല. ജെൻസിന്റെ സെക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തിനു പെട്ടെന്ന് കണ്ടുപിടിക്കണേ? സമയം വെച്ചോ, 1 മണിക്കൂറിൽ കണ്ടുപിടിക്കണം. കുറച്ചധികം എല്ലാം സെലക്ട് ചെയ്യും. നമ്മളൊരു ഔട്ട്ഫിറ്റല്ലേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പാനോ പിടിച്ചിട്ടാള് എന്താണെന്ന് അറിയില്ല, നോക്കാം. നിനക്ക് 1 മണിക്കൂർ സമയം തരും. ഇപ്പൊ എത്ര മണിയായി? 6:15. ഷോപ്പിംഗ് തീരും 6:15. കുറേ സമയത്ത് ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമല്ലേ. 6:15 തുടങ്ങി. സൈസ് നോക്കണോ? എൻ്റെ സൈസ് ഏതാ? ലാർജ് അല്ലെങ്കിൽ എക്സൽ. ഒരാൾ 6:15 ഷോപ്പിംഗ് തുടങ്ങി എത്ര മണിക്ക് തീർക്കും നോക്കാട്ടോ നമുക്ക്. 1 മണിക്കൂർ വേണ്ടി വരുമോ? ചറ്റേ, നിനക്ക് സൈസ് ഇല്ല. എടാ ചിലപ്പോൾ ഇത് പാകമായിരിക്കും. എടാ ഇതൊക്കെ സ്മോൾ എന്ന് പറഞ്ഞാൽ പാകമായിരിക്കും. ഇത് ബ്രാൻഡായ കാരണം ഇതൊക്കെ ഓക്കെ ആയിരിക്കും. ഓ, ഇതിപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. ഇവരിങ്ങനെ സ്മോൾ എന്ന് പറഞ്ഞൊക്കെ വലിപ്പുള്ള സൈസ് കിട്ടുകഴിഞ്ഞാൽ ഞാൻ തൽക്കാലത്തേക്ക് ഈ 2 കൊമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷാറിന് ഒരു വൈറ്റ് പാൻറ് ഇട്ട് കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കൂടുതലും ഡാർക്ക് കളേഴ്സ് ഷർട്ട് എടുക്കണ ആളാണ്. അപ്പം അത് കാരണം ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? നീ 2-3 എടുത്തിട്ട് അങ്ങനെ ഉണ്ടോ? എനിക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കണം, നിനക്കല്ല. അങ്ങനെയാണോ? അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ എടുത്തിട്ട് എനിക്ക് ഇഷ്ടമായാൽ അത് നീ ഇടണം. ശരി, പിന്നെ ഗതികേട് അല്ലാണ്ട് എന്താ പറയാ. ഗെയിം ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഉഷാറായി. ഗെയിം ടോപ്പ് അപ്പ് ചെയ്താൽ പിന്നെ എനിക്ക് എന്തും നല്ല ഇഷ്ടമാണ്. അതെ, ഭയങ്കര ഇവിടെ H&M കയറിയിട്ട് അതിൻ്റെ കളക്ഷൻ ഉണ്ടോ? കളക്ഷൻ ഉണ്ട്. ജെൻസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ കളക്ഷൻസ് ഉണ്ട് H&M. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല ഗൈസ്. ഒരു കാര്യം കാണിച്ചു കൊടുത്തു. ഇല്ലേ നീലിട്ട് നിൽക്കുന്ന ഇവനെ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. യൂണിഫോം അങ്ങനെ ക്യാപ്പൊക്കെ ഉണ്ട് എനിക്ക്.
അതോ നീ മിണ്ടാണ്ട് കിട്ടാ ഉള്ള ഐഡിയ എനിക്ക് തോന്നണേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവസാനം അവൾക്ക് എടുക്കാലോ. ഇങ്ങനത്തെ ഐഡിയ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ക്യാപ്പ് വെച്ച് ഭംഗിയുണ്ടോ നിനക്ക് നോക്കട്ടെ? കോട്ടനായിട്ടുണ്ട്. ക്യാപ്പ് വേണ്ട, ക്യാപ്പ് ഉപേക്ഷിച്ചു. കാര്യമായിട്ട് തപ്പി പിടിക്കുന്നുണ്ട്. കൊടയോ? കൊടയല്ലാതെ ഞാൻ പറയണില്ല, കൊട. പ്ലേ സ്റ്റേഷന്റെ ബാഗ് എന്തായി? അപ്പോൾ ഒരുവിധം സാധനം എടുത്തു കഴിഞ്ഞു. പറ, എടുത്തു കഴിഞ്ഞു. അതിന്റെ എടുത്തു കഴിഞ്ഞിട്ടില്ല, ഇനി 2 സാധനം കൂടി വാങ്ങാനുണ്ട് എനിക്ക്. ഈ കടലില്ല സംഭവം. സോ നമ്മള് വേറെ കടയിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഇത് എന്താ ചെയ്യാൻ പോണേ? ഇത് ഇനി ഇട്ട് കാണിച്ചു തരണം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് എടുക്കണം. അതാ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ടിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് എനിക്ക് സോ ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. എനിക്ക് തംസപ്പാണ്. അല്ല, ഇനി ഒരെണ്ണം കൂടിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇട്ട് നോക്കണമല്ലോ മറ്റേതും കൂടി. പാൻറ് ലൂസായി ചേർത്തെടുക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഡ്രസ്? ഓക്കെ, ഇനി വേറെ ഒരെണ്ണം കൂടി ഇട്ട് കാണിച്ചു തരണേ. ഇപ്പം എന്താണ്ടായെന്ന് വെച്ചാൽ പാൻറ് ഇത്തിരി ചെറുതാണ്, അല്ല വലുതാണ്. സോ അത് ചെറുതാക്കണം. പിന്നെ മറ്റേ ഡ്രസ്സ് ഇട്ട് നോക്കി, പക്ഷെ ഇഷ്ടായില്ല. പിന്നെ മോൻ്റെ ഇഷ്ടപ്പെട്ട കളറും കൂടിയല്ല ബ്ലാക്ക്, അതാണ് കൂടി ബ്ലാക്ക് എടുത്തത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൈസ് ഇത്തിരി ചെറുതായിരുന്നു. പിന്നെ ഞമ്മ അതെന്തായാലും ഇഷ്ടമായില്ല, പിന്നെ വേറെ നോക്കാമെന്ന് വെച്ചു. തന്നെ എടുക്കാം. ഈ പാൻറ്റിൻ്റെ സൈസ് ഇതാണ്. ഈ 3 ഐറ്റംസ് എടുത്തേക്കണേ. ഇനി എൻ്റെ മനസ്സിൽ 2 ഐറ്റം കൂടി ഉണ്ട്. കിട്ടുകയാണെങ്കിൽ 2 ഐറ്റം കൂടി എടുക്കണം. ബില്ല് ചെയ്യാം. ഹലോ, എനിക്ക് കാണുന്നുണ്ട്. എന്തെടുക്കാൻ പോണേ എനിക്ക്? തലയിൽ ഐഡിയ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട അങ്ങനെ എടുക്കും, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്തെടുക്കണേന്ന് പറയും. ഡ്രസ്സാണോ, പാൻറ്റും ടോപ്പോ? ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പ് എടുക്കും. നീ ആര് വീഡിയോ എടുക്കണം? നിന്നെ തന്നെ എടുക്കണത്. നട എത്തുമ്പോ പറ. ഇതൊന്നും കാണിച്ചത് ഇതെന്തിട്ട് സെക്ഷനെ കാണണേ. ഇത് സെയിലുണ്ട് ഇവിടെ. സെയിലുള്ള കാരണമാണ് ഇങ്ങനെ അവസ്ഥ. നീ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെയും പെണ്ണുങ്ങളെയും കുറ്റം പറയാനാണ് ഇരിക്കണേ. എന്നെ വീഡിയോ എടുക്കണേ, എന്നെ അതിൽ കാണിക്കണം, അല്ലാണ്ട് പിന്നെ മോനെ കാണിക്കണ്ട്. ഇത് അടിപൊളിയാവില്ല നിനക്ക്? ഞാൻ ഇപ്പൊ ഇട്ട ഡ്രസ്സ് കോപ്പി ചെയ്യാം. മോനെ കിട്ടും. അല്ല, അത് നമുക്കത് വാങ്ങാൻ, എന്നിട്ട് സ്വന്തം കിട്ടിയവനെ അറിയാം. ഇത് വെച്ച് നീ ഇതൊക്കെയാണെന്ന് നോക്കാൻ വന്നേ. നീ എന്റെ ദൈവമേ, മോന്റെ ചെവിയിലിട്ട് നടന്ന ഏതാന്ന് വെച്ചാൽ എടുത്തു. എനിക്കൊരു അഭിപ്രായം ഇല്ല ഇതില്. ഞാൻ ചുമ്മാ കളിക്കാൻ വേണ്ടിട്ട് ഞാൻ വ്ലോഗ് വേണ്ടെന്ന്. ഇത് പെണ്ണുങ്ങളുടെ സെക്ഷൻ അല്ല, മുകളിലാണ് പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇവിടെ എന്തോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതാർക്ക് എനിക്കാ നിനക്ക്? എൻ്റെ സൈസ് ലാർജ്. സെക്യൂരിറ്റി ആയിട്ട് നല്ല സാധനങ്ങളൊന്നും പിടിക്കില്ല. നീ എടുത്തോ, ഞാൻ ഒന്നും പറയണില്ല. നീ എടുത്തോ. ഫോർ ദ വെരി എനിക്കും പറയാനുണ്ട്. ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ് ഷാരോൺ ഡ്രസ്സ് എടുക്കാൻ ഞാൻ ലവ് ചെയ്യണത്. ഇതെൻ്റെ ഒരു കസിൻ പറഞ്ഞൊരു ചലഞ്ച് ടൈപ്പ് ഓഫ് ഗെയിമാണ് കേട്ടോ നമ്മൾ ചെയ്യണത്.
ഞാനൊട്ടും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഷാരോണെ സമ്മതിക്കാറില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഷാരോൺ ലൈക്ക് എനിക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യണത് കേട്ടോ. നോക്കാം. കഷ്ടപ്പാട് എനിക്ക് നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിലുണ്ട്. അത് ഷോർട്സ് വീട്ടിൽ വില മറ്റേ ഷോർട്സ് അല്ല, അത് മറ്റേ സമ്മർ. ഇവിടെ കുറച്ച് കളർഫുൾ ഐറ്റംസ് ഒക്കെ ഞാൻ ഒരു എക്സ്പ്രഷൻ ഇടില്ല. എൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ അതെടുക്കാന്ന് വിചാരിച്ചിരിക്കണം ഒരാള്. ഇത് ഓഡിയൻസിൻ്റെ അടുത്താണോ ചോദിക്കണത്? ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണം ഓരോന്നും. സ്വയമായിട്ട് ഇതുവരെ ഞാൻ പറയണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഒരു ചലഞ്ച് കൊടുക്കണം. എന്നാലാണ് അവർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്താ പറയുക, അവരെ കഴിവ് തെളിയിക്കണം. ഒന്നുമില്ല, കണ്ണിന് കാഴ്ച കുറവുള്ള മനുഷ്യനാണ്. ആർക്ക് ടെസ്റ്റിങ്ങാ? നീ ഒറ്റയ്ക്ക് വീഡിയോ എടുത്താൽ മതി കേട്ടാ. നീ ഓരോ ഔട്ട്ഫിറ്റ് എടുക്കുക, എന്നിട്ട് ചുമ്മാ തിരിഞ്ഞ് നോക്കി എന്നെ നോക്കും. അപ്പം എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു എക്സ്പ്രഷൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് കഷ്ടപ്പെടും, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല, ഒന്ന് കഷ്ടപ്പെടും. സൈസ് 16 XL. എന്നിട്ട് പറഞ്ഞേ ഒന്നുമില്ല, ഓഫ് ക്യാമറയിൽ ഞാനൊന്ന് സഹായിക്കാൻ അഭ്യസിപ്പിച്ചതാണ്. എവിടെ നിന്ന് സഹായിക്കടി? അയ്യോ, ഇത് എക്സാമിനേഷൻ ഒന്നുമല്ല. എൻ്റെ അമ്മേ, ഇത്രയും ഗതികെട്ട ഭർത്താവായിരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ അറിയാത്ത ആളായിരുന്നു. സ്വന്തമായിട്ട് എടുക്കണം. സ്വന്തമായിട്ട് എടുക്കണമെന്നല്ല ഞാൻ വെറുതെ നോക്കണതാ. നീ എടുക്ക്, ഇതൊരു മണിക്കൂറായാലും തീരും തോന്നണില്ല. നിന്റെ 15 മിനിറ്റ് തീർന്നിട്ട് പറഞ്ഞാല് സത്യം പറയാണ്ട് ഞാനിതിൽ തോറ്റു. ഇതൊരു പൊട്ട ഗെയിം കേട്ടോ. കഷ്ടപ്പെടൂ. Carry on with your hard working. എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ മോൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ ഈ ചലഞ്ചിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. മിണ്ടാണ്ട് ഡ്രസ്സ് എടുക്കണം, മിണ്ടാണ്ട് ഡ്രസ്സ് എടുക്കണം കേട്ടോ. പിന്നുള്ളൊരു ഓപ്ഷൻ ഇതാണ്. ഇതെങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊരു പിടി കിട്ടുന്നത്. എന്നിട്ട് പാറാടെ വേണ്ട, ഓഫ് ചെയ്തോ. ചെറുതാണോ ഉള്ളത്? ബാക്കില് പോട്ടെ. ഇത് ഫുൾ എന്തൊരു കഷ്ടാ നോക്ക്. ഇഷ്ടപ്പെടണേനൊന്നും സൈസില്ല. ഞാൻ പറഞ്ഞു ആദ്യം ഒരെണ്ണം കിട്ടിയതായിരുന്നു, പക്ഷെ അത് സൈസ് വന്നിട്ട് XS ആയി പോയി. അത് ഭയങ്കര ചെറുതത്. എന്താ പറയാനുള്ള തലവേദന അവിടെ ഇരുന്നോ. തലവേദന എടുത്ത് ഡ്രസ്സ് എടുക്കും. അപ്പം എനിക്കത് അത്രയും സ്നേഹം എനിക്ക് കൂടും. വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും ഓട്ടയാണ്, പക്ഷെ സത്യത്തിൽ ഓട്ടന്നെയാണല്ലോ. അവിടെയും തോൽവി. എന്റെ കർത്താവ്, എന്തൊരു കഷ്ടം. സ്ലീവ്ലെസ് ഒക്കെ ഫ്രീക്കന്മാര് പണ്ട് നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യും. ഫൈനലി ഓക്കെ, സൈസ് ട്രൈ ചെയ്യാം. ഇത് ലാർജ് ഒന്നും സൈസ് ഒന്നുമില്ലല്ലോ. മണിക്കൂറൊന്ന് തപ്പിപ്പിടിച്ച് ഒരു സാധനം എടുത്തില്ല. ഇതിനെ അവൾ ഇട്ട് കാണിക്കാൻ എങ്ങനെയുണ്ട്. ഫിറ്റിംഗ് റൂമിൽ പോയി നോക്കാം. എറ്റേണിറ്റി ലേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സമയം എടുത്താലും നമ്മൾ അടിപൊളി സാധനം എടുത്ത് കൊടുക്കും. അല്ലാണ്ട് ഇതുപോലത്തെ ചാത്ത സാധനമില്ല. അപ്പോൾ ഇത് ഊരി വീണ്ടും ബില്ലടിച്ചോളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ആരുടെ സെലക്ഷൻ അടിപൊളി എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറയാം ആരുടെ സെലക്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ട് മുതലേ ഷാരോന്റെ സെലക്ഷനാണ് സൂപ്പർ. അപ്പോൾ ഇത് എടുത്തു കേട്ടോ. അപ്പോൾ എന്താ പറയാനുള്ളത്?
എനിക്ക് ഷാരോണാണെങ്കിൽ ഓടി നടന്ന് ഓരോന്നും എടുത്തോണ്ടിരിക്കുക. അപ്പം എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊന്നും എടുക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ദൈവം ഇത് എടുത്തുണ്ടാവണേന്ന്. പക്ഷെ അത് തന്നെ എടുത്തു എന്തായാലും. ഇതാണ് കഴിവ്. കഴിവ് അപ്പോൾ ഇത് ഫൈനലി കഴിവേറിയാണോ നീ? അപ്പോൾ നിങ്ങൾ പറയട്ടെ, അതിപ്പോൾ രണ്ടുപേരും ഇട്ട ഡ്രസ്സ് ഇട്ട് കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടവർ പറയണ ആരുടെ സെലക്ഷൻ ആയിരുന്നു അടിപൊളിയെന്ന്. ഫൈനലി നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും അപ്പോൾ ആരുടെ സെലക്ഷൻ അടിപൊളിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അതിൽ വിഷമില്ല. നിന്റെ സെലക്ഷൻ തന്നെ നന്നായിരുന്നു. പണ്ട് നിന്റെ സെലക്ഷൻ ആയിരുന്നു അടിപൊളി, ഇപ്പൊ എന്റെ സെലക്ഷൻ അടിപൊളി. കൊറേ ടൈം എടുത്തു. നിനക്ക് എന്തായിരുന്നു ഞാൻ എടുത്തപ്പോ എന്താ തോന്നിയെന്ന്? 100 പ്രാവശ്യം കേൾക്കണം. പറയേ രസല്ലേ. ഞാൻ ഇത് എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ദൈവമേ അത് തന്നെ എന്തായാലും എടുക്കണേ. ബാക്കിയുള്ളതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ബാക്കി പോകുമ്പോൾ പിടിക്കണമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അത് തന്നെ എടുത്തു വെച്ചാൽ എൻ്റെ കിളി പോയി കോപ്പ്. എന്താ എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടിയല്ലോ. സന്തോഷമായി ഒരാൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇനിയപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.